അല്ല, ഈ സത്യം പറയുമ്പോൾ 9 കൊല്ലം ഒന്നും ചെയ്യാത്തൊരു സർക്കാരിനെ കുറിച്ച് സത്യം പറയുമ്പോൾ വിമർശനമല്ലാണ്ട് അവർക്കൊന്നും പറയാനില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് 9 കൊല്ലം മുമ്പേ ജനങ്ങളൊരു അവസരം കൊടുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് CPM-നൊരു അവസരം കൊടുത്തു. ഈ 9 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ആശാ വർക്കേഴ്സാണോ, KSRTC ജീവനക്കാരാണോ, ഗവൺമെൻറ് പെൻഷനേഴ്സാണോ, മെഡിക്കൽ പേഷ്യൻസ് ആണോ, ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. അവരിന്ന് പറയുന്നത് 9 കൊല്ലം ഞങ്ങൾ അവസരം തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇത് ചോദിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു നോർമൽ ഇഷ്യൂ അല്ലേ? അതിനെന്താണ് വിമർശനം? മെഡിക്കൽ മേഖലയിൽ, ഹോസ്പിറ്റലിൽ ഇത് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇന്നത്തെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഇന്നും ഹെൽത്ത് മേഖലയിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ 80% പൈസ സെൻട്രൽ നിന്ന് വരുന്ന പൈസയാണ്. അപ്പോൾ ഇതാണ് സത്യം. ഇത് ഒരു ഇലക്ഷൻ ഇഷ്യൂ ആണ്. ഇത് ഇലക്ഷൻ ഇഷ്യൂ ആയിട്ട്, ജനങ്ങളുടെ ഒരു ഇഷ്യൂ ആയിട്ട് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി അതിനെ വിമർശിക്കുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ല ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ ഇത് ചെയ്തു, അതല്ല പറയേണ്ടത്. അതല്ല നോക്കൂ, ഇത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക, സത്യം പറഞ്ഞാൽ വിമർശിക്കുക. ഇതൊരു ഡെമോക്രസിയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഇതിനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കിയിട്ടില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ ജനങ്ങൾക്ക് അവരുടെ ഒരു അവകാശം, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹെൽത്ത് അവരുടെ ഒരു അവകാശമാണ്, മെഡിക്കൽ സർവീസസ് അവരുടെ അവകാശമാണ്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു പബ്ലിക് സർവൻ്റായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ പബ്ലിക് സർവൻ്റായ ഹെൽത്ത് മിനിസ്റ്റർ പറയേണ്ടത് ശരി, തെറ്റുപറ്റി, ഞങ്ങൾ ചെയ്തില്ല, ഇനി ചെയ്യാൻ പോകുന്നു, അങ്ങനെയല്ല പറയേണ്ടത്. ഇവിടെ നഡ്ഡാജിയോട് ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ നഡ്ഡാജി ഇങ്ങനെ അധികം പറയുമോ? ഏത് സംസ്ഥാന ഗവൺമെൻറ്, BJP സംസ്ഥാന ഗവൺമെൻറ്റിൽ ഹെൽത്ത് മിനിസ്റ്ററിനെ ഇങ്ങനെയും ചോദിച്ചാൽ അങ്ങനെ തലക്കേറിയിട്ട് വിമർശിക്കുമോ? ഇല്ല. ഇവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇതൊരു രാജവംശമാണ്, ഇതൊരു കിങ്ഡമാണ്. ഇവിടെ ആൾക്കാർ കിട്ടുന്നത് എടുക്കുക, എന്നിട്ട് മിണ്ടാണ്ടിരിക്കുക, കിട്ടാത്തത് അതിനെക്കുറിച്ചൊന്നും പറയരുത്. അതല്ലല്ലോ ജനാധിപത്യ ഒരു സംവിധാനം, അതല്ലല്ലോ ഡെമോക്രസി. അതിനല്ലല്ലോ ജനങ്ങൾ ഒരു മാൻഡേറ്റും അവസരം കൊടുക്കുന്നത്. ജനങ്ങൾ അവസരം കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് 5 കൊല്ലം തരുന്നു, പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കും, അത് അവരുടെ അവകാശമാണ്. അല്ല നോക്ക്, ഇതിൽ നമ്മൾ ഈ റിപ്പോർട്ടെല്ലാം എടുക്കുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാണ്ട് എടുക്കാൻ പാടില്ല. നീതി ആയോഗ് എന്ത് കോണ്ടെക്സ്റ്റിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്? അതിൽ മെഡിക്കൽ കപ്പാസിറ്റീൻ്റെ ഗ്രോത്ത് ഉണ്ടോ, ആരോഗ്യ മേഖലേൻ്റെ ഗ്രോത്ത് ഉണ്ടോ, ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? അതൊന്നുമല്ല. നീതി ആയോഗ് ഏതൊരു ക്രൈറ്റീരിയയിലും റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ എല്ലാം സത്യമാണെന്ന് അങ്ങനെ പറഞ്ഞ് LDF സർക്കാർ തയ്യാറാണോ? സത്യം അത് ഡോക്ടറല്ല പറഞ്ഞു, ഞാനാ പറഞ്ഞു, നിതി ആയോഗല്ല പറഞ്ഞു. അവിടുത്തെ ഡോക്ടർ ആരിസല്ല പറഞ്ഞത് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ എക്വിപ്മെന്റ് ഇല്ല. അത് ഞങ്ങളാ പറയുന്നത്, BJP അല്ലല്ലോ പറഞ്ഞു. ഈ നോക്കൂ, ജനങ്ങൾ പറയുമ്പോൾ അതാണ് പ്രധാനം. നീതി ആയോഗ് പറഞ്ഞത് വേറൊരു കാര്യം, ജനങ്ങൾ പറഞ്ഞത് അതല്ല സൈഡിൽ വെച്ചിട്ട് അല്ല നീതി ആയോഗിന്റെ റിപ്പോർട്ട് വെച്ച് മുമ്പോട്ട് പോയാൽ ഇത് എന്ത് സർക്കാരാണ്? അല്ല, അതെനിക്ക് അങ്ങനെ അതിൽ കഴിവില്ല. ഞാൻ അങ്ങനെ വലിയൊരു ആരോഗ്യ മേഖലേൻ്റെ എക്സ്പേർട്ട് അല്ല, അതിന് എക്സ്പേർട്ട് ആവാൻ ആഗ്രഹമില്ല. ഞാൻ പറയുന്നത് ഇതല്ല, നമുക്ക് കുറച്ചൊരു സീരിയസ്നെസ് ആയിട്ട് ഇത് എടുക്കണം. ഒരു ഡോക്ടർ, ഒരു കഴിവും റെസ്പോൺസിബിൾ ഒരു ഡോക്ടർ ഇങ്ങനെ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഇതിന് സീരിയസ് ആയിട്ട് പ്രധാനമായിട്ട് ഇത് കാണണം, ഗൗരവമായിട്ട് ഇത് എടുക്കണം. അതിന് തർക്കിക്കാനോ അതിന് ഭീഷണിപ്പെടുത്തി അയാളെ സൈലൻസ് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ ഡെമോക്രസിക്ക് വേണ്ടി ഒരു നല്ല കാര്യമല്ല എന്ന് ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു ക്രിറ്റിസിസമായിട്ട് വരുമ്പോൾ ഒരു പബ്ലിക് സർവൻറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുക, ഇതിൽ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നു എന്ന് മുമ്പോട്ട് വയ്ക്കുക. അങ്ങനെയല്ല ഡിബേറ്റ് നടക്കേണ്ടത്. അല്ല ഈ എലക്ഷൻ വരുമ്പോൾ 9 കൊല്ലം 10 കൊല്ലം ഏത് സർക്കാർ എന്ത് ചെയ്തു എന്ന് ഒരു ലെജിറ്റിമേറ്റ് ഡിബേറ്റിംഗ് പോയിന്റാണ്. അതിന് ഓടിപ്പോകേണ്ട ഒരു
ഒരു അവസരം ജനങ്ങൾ തരില്ല. അതാണ് എലക്ഷൻ. ആ എലക്ഷൻ വരുമ്പോൾ RSS വേണ്ടാത്ത ഇഷ്യൂസിനെ മുമ്പോട്ട് വെച്ചിട്ട് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഈ ഇഷ്യൂസാണ് ജനങ്ങളുടെ വിഷമങ്ങളും ജനങ്ങൾ പരിഹരിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ കഷ്ടങ്ങളെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അത് അങ്ങനെ ഡോക്ടർ ഹാരിസും വെക്കുന്നുണ്ട്, എത്രയോ ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും.